ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ +1 ഫിസിക്സിലെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മുഴുവൻ ഗ്രാഫാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ +1 ഫിസിക്സിലെ എല്ലാ ഗ്രാഫും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തൊരു കുഴപ്പമില്ല, വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ മാക്സിമം കൂട്ടുകാരോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമുക്ക് നേരെ കിടക്കാം, നമ്മുടെ എല്ലാ ഗ്രാഫും നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഓടിച്ചു നോക്കാം. ഏകദേശം 44ഓളം ഗ്രാഫാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. എല്ലാ ഗ്രാഫും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കും. അതിനുശേഷം വരുന്ന അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ബോഡി എന്താണ്, യൂണിഫോം മോഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, യൂണിഫോം വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് എന്തായിരിക്കും, ടൈം ആക്സിസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇത് പോസിറ്റീവ് വെലോസിറ്റി ആണ്. എങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ വരും, കാരണം സ്ലോപ്പ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഇത് നെഗറ്റീവ് വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യെസ് സാർ, ഞങ്ങൾ ഈ ഗ്രാഫ് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവാണെങ്കിൽ യെസ് സാർ, ഇതൊരു പുതിയൊരു അറിവാണെന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യണം, ആ ചാറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. റെഡി? അടുത്ത് മക്കളെ, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇതേപോലെ ഒരു പരാബോളിക് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു പരാബോളിക് ഗ്രാഫ് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇത്രയും ദൂരമാണ് പോകുന്നത്, അവസാനത്തെ സെക്കൻഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഇത്രയും ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്സിലറേറ്റഡ് മോഷനിലാണ്. ഓക്കെ അല്ലേ? ഇനി അതല്ലാതെ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഫിഗർ കൂടെ ഉണ്ട്, പറ്റുന്നവരെന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ യൂണിഫോം റീറ്റാർഡേഷൻ ആണ്. ഒരു ബോഡി റീറ്റാർഡേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ വന്ന് അവസാനം എന്താകും, അത് സ്റ്റോപ്പ് ആവും. ഓക്കെ അല്ലേ? ഇതും എന്ത് തന്നെയാണ്, ഒരു പരാബോളിക് ഗ്രാഫ് തന്നെയാണ്. NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ റീറ്റാർഡേഷൻ്റെ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ രീതിയിലാണ് കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ടതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അതേപോലെ തന്നെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, വെലോസിറ്റി ആയിരിക്കും. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ബോഡി റെസ്റ്റിലാണെങ്കിൽ ഒന്നും നോക്കണ്ട, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞ ഇതായിരിക്കും. കണ്ടോ, ബോഡിക്ക് വെലോസിറ്റി ഇല്ല, റെസ്റ്റിലാണെങ്കിൽ ബോഡിക്ക് വെലോസിറ്റി ഉണ്ടോ, ഇല്ല, ഇതായിരിക്കും ഗ്രാഫ്. ഓക്കെ അല്ലേടാ? യെസ്. എങ്കിൽ അടുത്തത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷന് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേടാ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എന്തായിരിക്കും മക്കളെ, ടൈം ആക്സിസ് ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മക്കളെ, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിലോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് എന്തായിരിക്കും, ടൈം ആക്സിസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതിനടുത്തിലോട്ട് പോകാം. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയിരിക്കും. റെഡി അല്ലേ? എങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്തായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ദെൻ അതിനുശേഷം വരുന്ന അടുത്ത ഗ്രാഫിലോട്ട് നമ്മൾ പോകുന്നു. എന്താടാ? ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. എന്താണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കടാ, യൂണിഫോം ആക്സിലറേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ആക്സിലറേഷൻ മാറുന്നില്ല, വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഏരിയ എന്താണ് എന്ന്, അതായത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണെന്ന് മക്കളെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണെന്ന് എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? അടുത്ത എല്ലാവരും നോക്കിയടാ. ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതിനൊരു പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. ആ ഗ്രാഫാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ 3 ഡെറിവേഷൻ ചെയ്യുന്നത്. ഒരു ബോഡിക്ക് ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് v0, അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് ആയിരിക്കും. അങ്ങനെ ടി ടൈമിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായി, v ആയി. അപ്പോൾ ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡിയുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഈ ഗ്രാഫ് വരച്ചാലും മതിയാകും. ഇതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരക്കണം നമ്മൾ. റെഡി അല്ലല്ലോ മക്കളെ? അടുത്ത് ശ്രദ്ധിക്കുക, ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ.
ഓക്കെ, ഒരു ബോഡി പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോകുന്നു, പക്ഷേ ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവാണ്. ഒരു ബോഡി പോസിറ്റീവ് വെലോസിറ്റിയും നെഗറ്റീവ് ആക്സിലറേഷനും ആണെങ്കിൽ ഉറപ്പാണ് അത് റീറ്റാർഡഡ് മോഷനാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റീറ്റാർഡഡ് മോഷനകത്ത് ഇനിഷ്യൽ വെലോസിറ്റി v0 ആണെങ്കിൽ ആ ഇനിഷ്യൽ വെലോസിറ്റി കുറഞ്ഞ് അവസാനം വരുമ്പോൾ എന്താവും? 0 ആവും. ഓക്കെ അല്ലേ? അപ്പോൾ റീറ്റാർഡഡ് മോഷൻ്റെ ഗ്രാഫാണ് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ റീറ്റാർഡഡ് മോഷൻ. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ആക്സിലറേറ്റഡ് മോഷൻ, ഇങ്ങനെ വരച്ചാൽ റീറ്റാർഡഡ് മോഷൻ. സിമ്പിളായിട്ട് മനസ്സിലായില്ലേടാ? ഓക്കെ അല്ലേടാ മക്കളെ? എങ്കിലടുത്ത് ഇതെന്തിൻ്റെ ഗ്രാഫാണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി നെഗറ്റീവ് ആകണം. ഇവിടെ എന്തായിരുന്നു? പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരുന്നു. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ട്, പോസിറ്റീവ് വെലോസിറ്റി ആയതുകൊണ്ട്, കാരണം പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവാണ്. അതാണ് ഈ ക്വാഡ്രന്റ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ? നെഗറ്റീവ് ഡയറക്ഷനാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആക്സിലറേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പാണ് ഗ്രാഫ് വരുന്നത് ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഗ്രാഫ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക, അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും വരുന്നത്. പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും വരുന്നത്. എല്ലാവരും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പോസിറ്റീവ് വെലോസിറ്റി, ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി, അതുകൊണ്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. സെറ്റ്. അപ്പോൾ ആ ഒരു ലോജിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചാൽ മാത്രം മതി. എങ്കിൽ അടുത്തത് ഒരു ബോളിനെ മുകളിലോട്ട് വലിച്ചെറിഞ്ഞ് അത് താഴോട്ട് വരുമ്പോഴുള്ള ഗ്രാഫാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഒരു ബോഡി മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. ഒരു ബോഡി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് എന്താവും? 0 ആവും. വെലോസിറ്റി കുറഞ്ഞ് എന്താകുന്നു? 0 ആകുന്നു. ഓക്കെ, റീറ്റാർഡഡ് മോഷൻ്റെ അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ്. അല്ല, മുമ്പത്തെ ഗ്രാഫ് തന്നെ. വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്. റെഡി? ഗ്രാഫ് വരച്ചു. ഇനി മുകളിൽ പോയിട്ട് താഴോട്ട് വീഴണം. മുകളിൽ പോയിട്ട് താഴോട്ട് വീഴുമ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്, ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പോൾ താഴോട്ട് വീഴുമ്പോൾ വെലോസിറ്റി കൂടും, നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോളുക, നിങ്ങളെല്ലാ മക്കളും എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചോളുക. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ മതി. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഗ്രാഫായി. ഒരു ബോഡിനെ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഇത്രയും വരച്ചാൽ മതി. ഇത് അപ്വേർഡ് മോഷൻ, ദിസ് ഈസ് ഡൗൺവേർഡ് മോഷൻ. അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും. ഇതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫും കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പെട്ടെന്ന് കണ്ണോടിക്കാം. സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ വളരെ സിമ്പിളാണ് മക്കളെ, ഒന്നുമില്ല. സ്പീഡ് ടൈം ഗ്രാഫ് ആണെങ്കിൽ വീട് വരക്കാൻ അറിയാവോ? വീടിൻ്റെ മേൽക്കൂര വരക്കാൻ അറിയാവോ? അത്രേ ഉള്ളൂ. അപ്പോൾ കല്ല് മുകളിലോട്ട് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞ് എന്താകുന്നു? 0 ആകുന്നു. ഇനി കല്ല് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടി വരുന്നു. റെഡി? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്പീഡ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. വീടിൻ്റെ മേൽക്കൂര എടുത്ത് തിരിച്ചു വെക്കുക. ഓക്കെ അല്ലേടാ മക്കളെ? യെസ്, എങ്കിൽ നമുക്ക് അടുത്ത ഗ്രാഫിലോട്ട് പോകാം. യെസ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഫ്രീലി ഫാളിംഗ് ബോഡി, ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഗ്രാഫ് ആയിരിക്കും അല്ലേ? ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ വരച്ചാൽ മതി. കാരണം നമുക്കറിയാം ഇവൻ താഴോട്ടേക്കാണ് വീഴുന്നത്. അപ്പം -10, -20, -30, -40, -50, -60. ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. കണ്ടോ? നേരത്തെ നമ്മൾ ഇങ്ങനെ പരാബോള വരച്ചില്ലേടാ? ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ അതേ പരാബോള നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി. സെറ്റ് സാധനം. ഇത്രയുള്ള പരിപാടി. നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഈ പരാബോള ഇങ്ങനെ ആയത്. ഓക്കെ അല്ലേ? ഓക്കെ, റൈറ്റ്. ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് പരാബോളയാണ് കിട്ടുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടി, നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഇങ്ങനെയും കിട്ടി. അത്ര ആലോചിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാമല്ലോ. അടുത്ത എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്ന? റെസൊല്യൂഷൻ ഓഫ് വെക്ടറാണ്. ഒരു വെക്ടറിനെ എ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. എന്തൊക്കെയാണ്? ഒരു എക്സ് കമ്പോണൻറ്റും ഒരു വൈ കമ്പോണൻറ്റും. ഇതെന്തായിരിക്കും? എ എക്സ് ഐ ക്യാപ്പ്, കാരണം ഇത് പോകുന്ന ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് ഐ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വൈ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? എ വൈ ജെ ക്യാപ്പ്. ഇത് വൈ ആക്സിലൂടെയാണ് പോകുന്നത്, വൈ ഡയറക്ഷനിലാണ് പോകുന്നത്, അതുകൊണ്ട് ജെ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ മക്കളെ നിങ്ങൾ പറയുക എ എക്സ് എന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. അതേപോലെ എ വൈ എന്തായിരിക്കും? അത് എ സൈൻ തീറ്റ ആയിരിക്കും. തീറ്റ വരുന്നിടത്ത് കോസ് ആയിരിക്കും വരുന്നത്. ഇതാണ് സംഗതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തിലോട്ട് പോകാം. യെസ്, പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു ഗ്രാഫാണ്.
ഒരു ബോഡി പ്രൊജക്റ്റൈൽ മോഷനിലാണെങ്കിൽ ആ ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അല്ല, എന്താണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചുള്ള ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചുള്ള ഗ്രാഫാണ് വരച്ചു വെച്ചത്. എല്ലാവരും പഠിക്കേണ്ട ഒരു അടിപൊളി ഗ്രാഫാണ്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്തിൻ്റെ ഗ്രാഫാണ് വരക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെച്ചോളുക. ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, യു കോസ് തീറ്റ ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി, യു സൈൻ തീറ്റ വെർട്ടിക്കൽ വെലോസിറ്റി, യു കോസ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ്, യു സൈൻ തീറ്റ അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അടുത്ത് ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോഴ്സ് ടൈം ആണോ എങ്കിൽ അതെന്തായിരിക്കും എടാ? ഇമ്പൾസ് ആയിരിക്കും. അല്ല എങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം ആയിരിക്കും. ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം ആയിരിക്കും. റെഡി അല്ലേ? ഇത് നമ്മുടെ ഈ ഒരു അടുത്ത നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ഇൻ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു ട്രപ്പീസിയമാണ്. ഈ ട്രപ്പീസിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എന്താണ് മക്കളെ? എച്ച് ആണ്. ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 10 കൊടുക്കാം, ബി എന്ന് പറയുന്നത് നമുക്ക് 5 കൊടുക്കാം, ബി എന്ന് പറയുന്നത് നമുക്ക് 5 വിളിക്കാം. 5 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടും 15 ഇൻറ്റു 5/2. ഇവിടെ നമുക്ക് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2.5 കിട്ടും. 2.5 അപ്പോൾ നമുക്ക് 37.5 ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് ഗ്രാഫാണോ ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് കിട്ടും. ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഇമ്പൾസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ എന്തായിരിക്കും? ഫോഴ്സ് ടൈം കഴിഞ്ഞു, ഇനി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊരു ഫിക്സഡ് ഫോഴ്സ് ആണ്. എന്താണ്? ഫിക്സഡ് ഫോഴ്സ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ ജസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റെക്ടാങ്കിൾ ഏരിയ ആണ്. അപ്പോൾ ഇത് ഫോഴ്സ് ആണ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഡൺ ആണ് അല്ലെങ്കിൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം എന്തായിരിക്കും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ വർക്ക് ഡൺ ആണ്. ഇത് ഫിക്സഡ് ഫോഴ്സ് ആണ്. ഇനി വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലോ? അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. വേരിയബിൾ ഫോഴ്സ് ആണ് വരുന്നതെങ്കിലോ? വേരിയബിൾ ഫോഴ്സ് ആണ് മക്കളെ നമ്മളോട് ചോദിക്കുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, ഗ്രാഫ് വരുന്ന ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും. ഇവിടെ എന്താണ് ഫോഴ്സ്, ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. വേരിയബിൾ ആണ് എങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിൽ വരക്കാം, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദിസ് ഈസ് ഇനീഷ്യൽ പൊസിഷൻ, ദിസ് ഈസ് അവർ ഫൈനൽ പൊസിഷൻ. ഇതാണ് നമ്മുടെ f(x). ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? നമ്മൾ ചെറിയ ഒരു സ്ട്രിപ്പ് എടുക്കുന്നു. ഈ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് dx ആണ്. അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കുന്നു. dw ആണ്. dw is equal to f dx. ടോട്ടൽ കണ്ടുപിടിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ w is equal to ഇൻ്റഗ്രൽ ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ f dx. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഇൻ്റഗ്രേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇൻ്റഗ്രേഷൻ വെച്ച് ഏരിയ തന്നെയാണ് കേട്ടോ. ഇത്രയുള്ള ടോട്ടൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ ഗ്രാഫാണ്. സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ് നമുക്ക് സ്പ്രിങ്ങിൻ്റെ F = -kx ആണ്. അപ്പോൾ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. -kx ആയതുകൊണ്ട് ഏതൊക്കെ കോട്ടൻ്റ് ആയിരിക്കും വരുന്നത്? നമുക്കറിയാം സെക്കൻഡ് കോട്ടൻറ്റും അതേപോലെ തന്നെ ഫോർത്ത് കോട്ടൻറ്റിലും നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും? എക്സ് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇതിങ്ങനെ വരും. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഏരിയ എടുത്താൽ നമുക്കറിയാം ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ആണോ? ഏരിയ വർക്കായിരിക്കും. സ്പ്രിങ് ആയതുകൊണ്ട് എനർജി ആയിരിക്കും. എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ് ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലോ മക്കളെ? ഇതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. അപ്പോൾ F/x കിട്ടും. അത് സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K എന്ന് കിട്ടി. ഇതാണ് സംഗതി. ഓക്കെ അല്ലേ? അടുത്തത്, ഇനി ഒരു സ്പ്രിങ്ങിൻ്റെ
എന്തൊക്കെയാണ് സ്പ്രിങ്ങിൻ്റെ നമ്മളോട് ചോദിക്കുകയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെയും അതേപോലെ കൈനറ്റിക് എനർജിയുടെയും ഗ്രാഫാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗ്രാഫ് മക്കളെ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതെന്താണ്, അതിൻ്റെ മീൻ പൊസിഷനാണ്. ഒരു സ്പ്രിങ് എടുത്തു, ആ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം എക്സ്ട്രീം പൊസിഷൻ, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് മാക്സിമം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മീൻ പൊസിഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ് കെ. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി അത് 0 പോകും. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും മക്കളെ, മൊട്ടയായിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഗ്രാഫ് ആണെങ്കിൽ നേരെ തിരിച്ചു വെച്ച് വരിക. കാരണം മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മൊട്ടയാണ്. എക്സ്ട്രീം പൊസിഷനിൽ വലിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന് പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ഈ വരച്ചിരിക്കുന്നത് എന്താണ്, ഈ അടപ്പ് എന്താണ്, ഒരു ചട്ടി തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഒരു അടപ്പിട്ട് മൂടിയാൽ മതി, പരിപാടി കഴിഞ്ഞു. ഈ സാധനം എന്താണ്, ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എക്സ്ട്രീം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജിയാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. റെഡി അല്ലടാ മക്കളെ? അപ്പോൾ ഈ ഗ്രാഫ് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് അടുത്തോട്ട് പോകാം. യെസ്, നമുക്കറിയാം ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത് വേഴ്സസ് ഹൈറ്റ്. ഓക്കെ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സർഫസിൽ പൊട്ടൻഷ്യൽ എനർജി മൊട്ടയാണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ഒരു ബോഡി താഴെ എത്തുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയാണ്. ഇനി ഏറ്റവും ടോപ്പിലെത്തുമ്പോഴോ, എച്ച് ഹൈറ്റിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഹൈറ്റിലാണല്ലേ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയി. കൈനറ്റിക് എനർജി എന്താകും മക്കളെ, ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബോഡി റെസ്റ്റിലാണ്, കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ വരച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ എന്താണ്, ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഗ്രാഫിലോട്ട് പോകാം. യെസ്, നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഒരു അടിപൊളി ഗ്രാഫാണ്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേഴ്സസ് എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഇതെന്താണ്, എർത്തിൻ്റെ സെൻറ്ററാണ്. r=0 മീൻസ് എർത്തിൻ്റെ സെൻറ്ററാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നമുക്കറിയാം ജി എന്താണ്, 0 ആണ്. ഇനി നമുക്കറിയാം GD ഈസ് പ്രപ്പോർഷണൽ ടു r - d ആണ്. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി ആയതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ. ഇത് ഡെപ്തിലെ ഗ്രാഫ്. അപ്പോൾ അങ്ങനെ നമ്മൾ r ആയി. r എന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആയിരിക്കും. ഇനി എച്ച് ഹൈറ്റിലോട്ട് പോകുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം GH ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/r + h ഹോൾ സ്ക്വയർ ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഗ്രാഫ് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രാഫ് അവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ട് പോവുക. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഗ്രാഫാണ്. ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചാപ്റ്റർ ഏതാണെന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനകത്ത് നമ്മളോട് ചോദിക്കാൻ സാധ്യത ഗ്രാഫാണ് സ്ട്രെസ് സ്ട്രെയിൻ്റെ ഗ്രാഫ്. ഹുക്സ്ലോയുടെ ഗ്രാഫ് വരക്കാൻ ചോദിച്ചാലും ഇത് തന്നെ വരച്ച് വെച്ചാൽ, ഹുക്സ്ലോയുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ സിമ്പിളി നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരച്ച് വെച്ചാൽ മതി. ഹുക്സ്ലോയുടെ ഗ്രാഫ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരച്ച് വെച്ചാൽ മതി. ഇനി ഒരു ടിപ്പിക്കൽ ബോഡിയുടെ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ചോദിച്ചാൽ മക്കളെ ഇത് നിങ്ങൾ വരച്ച് നോക്കണം. ഇമ്പോർട്ടൻറ്റ്, വെരി ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണിത്. ഓരോ പോയിന്റ് എന്താണ്, എ പ്രപ്പോർഷണൽ ലിമിറ്റ്, ഇത് കഴിഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി കാണിക്കത്തില്ല. ബി ഇലാസ്റ്റിക് ലിമിറ്റ്, ഇത് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല. അതേപോലെ തന്നെ ഈ റീജിയനെ വിളിക്കുന്നതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ റീജിയൻ, ഈ റീജിയനെ വിളിക്കുന്നതാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ റീജിയൻ. ഓക്കെ അല്ലേടാ മക്കളെ? അതേപോലെ പോയിന്റ് ഡിനെ വിളിക്കുന്നവരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, ഏറ്റവും മാക്സിമം ഈ മെറ്റീരിയലിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ് ഇവിടെ ആയിരിക്കും. ഇനി എന്ന് പറഞ്ഞ പോയിന്റാണ് ഫ്രാക്ചർ പോയിന്റ്, പൊട്ടിപ്പോകുന്ന പോയിന്റാണ്. പിന്നെ ഇവിടെ ഒരു സാധനം കൂടെ പെർമനന്റ് സെറ്റ്. ഈ സാധനം നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഇലാസ്റ്റോമറിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനത്തെ ഗ്രാഫ് അല്ല നമുക്ക് കിട്ടുന്നത്. കാരണം ഇലാസ്റ്റോമർ ഹുക്സിൽ ഒബേ ചെയ്യത്തില്ല. ഇലാസ്റ്റോമറിന് ചെറിയൊരു സ്ട്രെസ്സിന് വലിയൊരു സ്ട്രെയിൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ ആണോ മക്കളെ? അടുത്തത് ടെർമിനൽ വെലോസിറ്റി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ വന്നു കഴിഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി ഗ്രാഫാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെലോസിറ്റി ഗ്രാഫാണ്. ഇനിഷ്യലി ഒരു മഴത്തുള്ളി താഴോട്ട് വീഴുമ്പോൾ അത് ആക്സിലറേറ്റഡ് മോഷനിലാണ്, അതിൻ്റെ വെലോസിറ്റി മാറുന്നുണ്ട്. പിന്നീട് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വെലോസിറ്റി മാറത്തില്ല. അറ്റ് ദിസ് പോയിന്റ് ആക്സിലറേഷൻ 0, ഫോഴ്സ് എന്തായിരിക്കും മക്കളെ, 0 ആണ്. ദെൻ അടുത്ത മക്കളെ PV ഗ്രാഫാണ്. പ്രഷർ വോളിയം ഗ്രാഫാണ്. ഓരോ പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, ഐസോബാറിക് പ്രോസസ്സ്, പ്രഷർ കോൺസ്റ്റൻറ്റ്. ഐസോതെർമൽ പ്രോസസ്സ് അതിനേക്കാൾ കുറച്ചുകൂടെ സ്ലോപ്പ് കൂടുതലായിരിക്കും. ആർക്ക്? അഡിയബാറ്റിക് പ്രോസസ്സ്. ഇതെന്താണ്? ഐസോകോറിക് പ്രോസസ്സ്. ഇവിടെ നിന്നും എക്സാമിന് ചോദിക്കുന്ന ആർക്കാണ് വർക്ക് ഡൺ കൂടുതൽ? PV ഗ്രാഫിൻ്റെ ഏരിയ പഠിച്ചു വെച്ചോ. PV ഗ്രാഫിൻ്റെ ഏരിയ വർക്ക് ഡൺ ആണ്. അപ്പോൾ ആർക്കാണ് വർക്ക് ഡൺ കൂടുതൽ? ഒന്ന്
2 3 4 എന്ന് വിളിക്കാം. അപ്പോൾ വർക്ക് ഡൺ ആർക്കാ കൂടുതൽ? ഐസോ ബാറിക്കിന് വർക്ക് ഡൺ കൂടുതലാണ്. ദെൻ അതിനുശേഷം ഐസോ തെർമൽ, അതിനുശേഷം അഡയബാറ്റിക്. ഏറ്റവും വർക്ക് കുറവെന്ന് പറയുന്നത് ഐസോ കോറിക്കാണ്. ഐസോ കോറിക്കിൻ്റെ കേസിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. വോളിയത്തിന് ചേഞ്ച് ഇല്ല, വർക്ക് ഡൺ 0 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ട ഒരു ഗ്രാഫാണ് പി വി ഗ്രാഫ്. ഇനി കാർനോട്ട് സൈക്കിൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയേണ്ട ഗ്രാഫാണ്. യെസ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, കാർനോട്ട് സൈക്കിൾ. ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ഇതൊരു എന്താണ് നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലും ടെമ്പറേച്ചർ സ്കെയിലും തമ്മിലുള്ള ഒരു സിമ്പിൾ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് TF ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 100 TC + 32. ഇതിനാണ് കൺവേർഷൻ നമുക്ക് അറിയാവുന്നതല്ലേ, ഒരു കൺവേർഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ TFനെ ഞാൻ Y ആക്സിൽ പ്ലോട്ട് ചെയ്തു, അതായത് ഫാരൻഹീറ്റിനെ ഞാൻ Y ആക്സിൽ പ്ലോട്ട് ചെയ്തപ്പോൾ Y എന്ന് വിളിച്ചു. TCനെ ഞാൻ X ആക്സിൽ പ്ലോട്ട് ചെയ്തു, അപ്പോൾ TCനെ ഞാൻ എന്ത് വിളിച്ചു? X എന്ന് വിളിച്ചു. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. Y ഈസ് ഈക്വൽ ടു MX + C. Y ഈസ് ഈക്വൽ MX + C എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ Y ഇൻ്റർസെക്ഷനാണ് C എന്ന് പറയുന്നത്. നമുക്കറിയാം Y ഇൻ്റർസെക്ഷൻ 32 എന്ന് കിട്ടി ഇവിടെ. അതേപോലെ തന്നെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ എന്താണ്? 180 ഡിവൈഡ് ബൈ എന്താണ്? 100. 1.8 ആണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അതായത് ഫാരൻഹീറ്റ് വേഴ്സസ് ഡിഗ്രി സെൽസിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനായിരിക്കും കിട്ടുന്നത്. ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യല്, 32 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ടെമ്പറേച്ചർ സ്കെയിലിൽ 0 ആകുമ്പോഴത്തേക്ക് ഇവിടെ 32 ആണ് കിട്ടുന്നത്. അതാലോചിക്കും. റെഡി. അടുത്തത് പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഓഫ് എ ലോ ഡെൻസിറ്റി ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ്. ലോ ഡെൻസിറ്റി ഗ്യാസ്, കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ലോ ഡെൻസിറ്റി ഗ്യാസിൻ്റെ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഓർത്ത് നോക്കുക. ഇവിടെയാണ് നമ്മുടെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ പ്രഷർ 0 ആയിട്ട് മാറും. ആ ടെമ്പറേച്ചറിനെയാണ് അബ്സല്യൂട്ട് 0 എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്യാസ് അല്ലേ, ലോ ഡെൻസിറ്റി ഗ്യാസ് അറ്റ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. ഇനി നമുക്കറിയാം അനോമിലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ബിഹേവിയർ ഓഫ് വാട്ടർ നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന് മിനിമം എന്തായിരിക്കും? മിനിമം വോളിയവും മാക്സിമം എന്തായിരിക്കും? ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്. ഇതെന്താണ്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡെൻസിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്. 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം വോളിയം, മാക്സിമം ഡെൻസിറ്റി, 4 ഡിഗ്രി സെൽഷ്യസിൽ മിനിമം വോളിയം. അപ്പോൾ 2 ഗ്രാഫ് നിങ്ങൾ നോക്കി വെച്ചോളൂ. നമ്മൾ സാധാരണ എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ഗ്രാഫാണ്. ഇതിന് നേരെ തലതിരിച്ച് കഴിഞ്ഞാലാണ് ഈ ഗ്രാഫ്. ഈ നേരെ ഗ്രാഫ് തലതിരിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് കിട്ടും. അത്രയുള്ള പരിപാടി. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഇനി നമ്മുടെ ഫേസ് ചേഞ്ചിൻ്റെ ഗ്രാഫാണിത്. നമ്മുടെ ഹീറ്റ് വേഴ്സസ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫാണ്. നമ്മൾ വെള്ളത്തിന് ചൂടാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെ കുറിച്ച് വെച്ചുള്ള ഗ്രാഫാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ഐസ് ഉണ്ട്. ഐസിന് ചൂട് കൊടുക്കുമ്പോഴത്തേക്കും ഐസിൻ്റെ ടെമ്പറേച്ചർ കൂടി 0 ഡിഗ്രി ആവും. 0 ഡിഗ്രി ആകുമ്പോൾ ഐസ് എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി. അപ്പോൾ ടെമ്പറേച്ചർ മാറത്തില്ല, ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ടെമ്പറേച്ചർ മാറത്തില്ല. ആ ടെമ്പറേച്ചർ ഫേസ് ചേഞ്ചിന് വേണ്ടി എടുക്കുന്നതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് എന്താണ്? ഫ്യൂഷൻ. ഓക്കെ അല്ലേടാ? ഇനി അപ്പോൾ ഇത് വെള്ളമായിട്ട് മാറി. വെള്ളമായിട്ട് കാരണം പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 0, 1, 2, 3 അങ്ങനെ 100 വരെ കൂടുന്നു, 100 ഡിഗ്രി വരെ കൂടുന്നു. അതിനുശേഷം ഇത് 100 ഡിഗ്രിയുള്ള വെള്ളമായിട്ട് മാറി. ഇനി നമ്മൾ ചൂട് കൊടുക്കാൻ നേരത്ത് ഈ 100 ഡിഗ്രിയുള്ള വെള്ളം എന്തായിട്ട് മാറുന്നു? ബോയിൽ ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു. അങ്ങനെ അത് ഗ്യാസായിട്ട് മാറുന്നു. ഇനി അപ്പോൾ 100 ഡിഗ്രിയുള്ള ഗ്യാസ് കിട്ടി. ഇനി നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടത്തേ ഉള്ളൂ. ഇതാണ് ഗ്രാഫ്. അടുത്ത ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ്. എന്താണ് ഈ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് പറയുന്നത്? വളരെ സിമ്പിളാണ്. ടൈം കൂടുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, നമുക്കറിയാവുന്നതാണല്ലേ. യെസ്, ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം കുറയുന്നതനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് വരും. ആദ്യം നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാണും. പക്ഷേ ഇങ്ങനെ ടൈം പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരും അല്ലേ. 100 ഡിഗ്രിയിലുള്ള ചായ പെട്ടെന്ന് 30 ഡിഗ്രിയിലോട്ട് മാറും. 30 ഡിഗ്രിയുള്ള ചായ 20 ഡിഗ്രിയിലെത്താൻ വളരെ താമസം എടുക്കും. അതാണ് ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ന്യൂട്ടൺ ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഗ്രാഫാണേ. ഇനി ബോയിൽസ് ലോയുടെ ഗ്രാഫ് പഠിച്ചു പോവാം. പ്രഷർ വോളിയമാണ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയമാണ് ബോയിൽസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണേ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്ന ഇത് ആക്ച്വലി ഇതൊരു ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫാണ്. നമ്മുടെ സാധാ ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ അടുത്തോട്ട് നമ്മുടെ റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇതെന്താണ്? ഇത് ചാൾസ് ലോയുടെ ഗ്രാഫാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഗ്രാഫ് അവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണല്ലേ.
നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് വോളിയം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ചാൾസ് ലോയുടെ ഗ്രാഫാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ എന്താണ് അവോഗാഡ്രോ അല്ലേ, നമുക്കറിയാവുന്നതാണ് PV = nRT അല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഇവിടെ നോക്കുക PV / μT. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. PV / μT. അതായത് PV / μT എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്, ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, റിയൽ ഗ്യാസ് അല്ലേ, ആറാണ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് PV / μT കിട്ടേണ്ടത്, സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടേണ്ടത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ. പക്ഷേ റിയൽ ഗ്യാസ് അതെന്ത് ചെയ്യത്തില്ല, അത് ഒബേ ചെയ്യത്തില്ല. റിയൽ ഗ്യാസ് ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഗ്രാഫ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ കാര്യം നോക്കിയാൽ മനസ്സിലാവും, ടെമ്പറേച്ചർ എന്താണ് കൂടുന്നതനുസരിച്ച്, നോക്കിയാൽ T3 ടെമ്പറേച്ചർ കുറവാണ്, T2 കുറച്ചുകൂടെ കൂടുതലാണ്, T1 ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മളുടെ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൻ്റെ അടുത്തോട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും നമ്മുടെ ഗ്യാസുകൾ എന്ത് കാണിക്കുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ഓസിലേഷനാണ്. ഓസിലേഷനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് X = ഇക്വേഷൻ എന്താണ്, A cos ωt ആണ്. ഓക്കെ, A cos ωt. ഡിസ്പ്ലേസ്മെൻറ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, -A ω sin ωt. അതായത് സൈൻ്റെ ഗ്രാഫ് നേരെ തലതിരിച്ച് വെച്ചാൽ മതി. മൈനസ് കിടക്കുന്നത്, അപ്പോൾ സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, അതിനെ നേരെ തലതിരിച്ച് വെച്ചാൽ മതി. ഇനി അടുത്ത് എന്താണ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വെലോസിറ്റി ഡെറിവേറ്റീവ് എടുത്താൽ മതി. -ω² എന്ന് വരും A cos ωt. cos ωtയുടെ ഗ്രാഫ് നിങ്ങൾക്ക് വരക്കാൻ അറിയത്തില്ലേ, cos ωtയുടെ ഗ്രാഫിൻ്റെ തലതിരിച്ച് വരച്ചാൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ അതിനെ തലതിരിച്ച് വരക്കുക, പരിപാടി കഴിഞ്ഞു. ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ. ഇതെന്താണ്, നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. ഇത് നമ്മളുടെ എന്തിൻ്റെ ഗ്രാഫാണ് മക്കളെ, ഇത് നമ്മുടെ സ്വന്തം സ്റ്റാൻഡിങ് വേവിൻ്റെ ഗ്രാഫാണ്. സ്റ്റാൻഡിങ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ എൻവലപ്പിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകം നമുക്കറിയാം, ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ പല ഡെറിവേഷനുകൾ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, നോഡുണ്ട്, ആൻറ്റി നോഡുണ്ട്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ ഓസിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആൻറ്റി നോഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൊട്ടയായിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. ഇത് 0 ആണ്, ഇത് λ/4 ആണ്, ഇത് λ/2 ആണ്, ഇത് 3λ/4 ആണ്, ഇത് ലാംഡയാണ്, എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2, നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/4, ആൻറ്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസും λ/2 ആണ്. അപ്പോൾ ഇതിനെ ഒരു സിമ്പിളി നിങ്ങളൊരു വേവായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ λ എന്ന് കിട്ടും, λ/2 എന്ന് കിട്ടും, λ/4 എന്ന് കിട്ടും, 3λ/4 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാഫ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു 46 ഗ്രാഫുണ്ട് കേട്ടോ, 46ഓളം ഗ്രാഫ് കുറഞ്ഞ സമയം കൊണ്ടാണ് നിങ്ങളോട് എത്തി തന്നിരിക്കുന്നത്. ഉറപ്പായും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രാഫ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനപ്പുറം ഗ്രാഫൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യവുമില്ല. മാക്സിമം ഈ ഗ്രാഫിൻ്റെ അകത്ത് തന്നെയായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ മാക്സിമം കൂട്ടുകാരുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് മക്കളെ.